നമ്മുടെ നാട്ടിൽ നിന്ന് വെയിറ്റ് ലോസിന് അല്ലെങ്കിൽ ഭാരം കുറയ്ക്കുന്നതിനായിട്ട് ഒത്തിരി മരുന്നുകൾ ലഭ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട കാറ്റഗറി മരുന്നുകളാണ് GLP-1 റിസപ്റ്റർ അനലോഗ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ. ഉദാഹരണത്തിന് ഇപ്പോൾ ടെർസിപ്പാറ്റൈഡ് എന്ന മരുന്ന് ഇപ്പോൾ 3 മാസം മുന്നേ ഇന്ത്യയിൽ പുറത്തിറങ്ങുകയുണ്ടായി. അത് മഞ്ചാരോ എന്ന ബ്രാൻഡ് നെയിമിൽ എല്ലി ലില്ലി എന്ന കമ്പനിയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതുപോലെ സെമാഗ്ലൂട്ടൈഡ് എന്ന സബ്ക്യൂട്ടേനിയസ് സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന മരുന്ന്, അതായത് എലോൺ മസ്ക് ഒക്കെ എടുക്കുന്ന അതേ മരുന്ന് തന്നെ ഇപ്പം ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിലായിട്ട് പുറത്തിറങ്ങുകയുണ്ടായി. അത് വെഗോവി എന്ന പേരിലാണ് ഇന്ത്യയിൽ നോവോ നോർഡിസ്ക് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം മരുന്നുകളൊക്കെ വെയിറ്റ് ലോസിനായിട്ട് ഉപയോഗിക്കുന്ന വളരെയധികം രോഗികൾ നമുക്കുണ്ട്. അപ്പോൾ ഇത്തരം രോഗികൾ എപ്പോഴും നമ്മുടെ അടുത്ത് വരുമ്പോൾ എപ്പോഴും ചോദിക്കുന്നൊരു സംശയമാണ്, ഡോക്ടറെ ഇതിനെന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മോശം വശങ്ങളുണ്ടോ എന്നുള്ളത്. തീർച്ചയായും എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത് GLP-1 റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം റിസപ്റ്റേഴ്സ് പലപ്പോഴും ഫുഡിനോടുള്ള ഒരു അവേർഷൻ സൃഷ്ടിക്കുക, വിശപ്പ് കുറവ് സൃഷ്ടിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു എഫക്റ്റ് കൂടി രോഗികളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫുഡിനോട് താല്പര്യക്കുറവുണ്ടാവുക, അതുപോലെ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഡിലേ ആവുന്നത് വഴി ചിലർക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുക. പല ആളുകളിലും നോസിയ, അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. മനംപിരട്ടലായിട്ട് സൈഡ് ഇഫക്റ്റ് കാണപ്പെടുക. അതോടൊപ്പം തന്നെ ചില ആളുകൾ ഛർദിയായിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഇത് തടയാനുള്ള മരുന്നുകളൊക്കെ കോഅഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം കോമൺ ആയിട്ടുള്ള സൈഡ് ഇഫക്റ്റുകളെ മാനേജ് ചെയ്യുന്നത്. എന്നിരുന്നാലും ചില റെയർ സൈഡ് ഇഫക്റ്റുകൾ പറയുന്നത് എന്താ വെച്ചാൽ തൈമിക് ഹൈപ്പോപ്ലേഷിയൊക്കെയാണ്. പക്ഷേ രോഗികൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡുലറി തൈറോയ്ഡ് ക്യാൻസറിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസറിൻ്റെ റിസ്ക് കാണിക്കുന്ന സ്റ്റഡീസ് ആനിമൽ സ്റ്റഡീസാണ്. നമുക്ക് ഹ്യൂമൻ ഡാറ്റ അവൈലബിൾ അല്ല. അപ്പം FDA തന്നെ ഒരു ബ്ലാക്ക് ബോക്സ് വാർണിംഗ് പോലെ ഇതിന് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും MTCയുടെ ഹിസ്റ്ററിയോ മെഡുലറി തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ഹിസ്റ്ററിയോ അതോടൊപ്പം തന്നെ MEN2 സിൻഡ്രോത്തിൻ്റെ ഹിസ്റ്ററിയോ ഫാമിലി ഹിസ്റ്ററിയോ ഉണ്ടെങ്കിൽ അത്തരക്കാർ ഈ മരുന്ന് എടുക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ വെറും ഒരു തൈറോയ്ഡ് ന്യൂഡ്യൂൾ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇത്തരം മരുന്നുകൾ എടുക്കാതിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. പിന്നെ ഇത് കൂടാതെ ഈ മരുന്നുകൾ വളരെ ദീർഘകാലം എടുക്കുന്നതുകൊണ്ട് വളരെ കൂടിയ സൈഡ് ഇഫക്ട്സ് ഉള്ളതായിട്ട് ശാസ്ത്രം തെളിയിച്ചിട്ടില്ല. അപ്പം കൃത്യമായിട്ട് മരുന്നുകൾ എടുത്ത് ഒബിസിറ്റീനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ മനുഷ്യന് മുന്നോട്ട് ഹെൽപ്ഫുള്ളായിട്ട് വരിക. കാരണം ഒബിസിറ്റി എന്ന് പറയുന്നത് ഇപ്പം വെറും ഒരു മറ്റു രോഗങ്ങൾക്കുള്ള ഒരു റിസ്ക് ഫാക്ടർ അല്ല. അപ്പോൾ ഹൈപ്പർ ടെൻഷനോ ഡയബറ്റീസിനോ ഉള്ള റിസ്ക് ഫാക്ടർ മാത്രമല്ല, അതൊരു ഇൻഡിപെൻഡൻറ്റ് ഡിസീസായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അപ്പം ഒരാൾ ഒബീസ് ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അമിതവണ്ണം ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഓവറാൾ മോർട്ടാലിറ്റി, അതായത് മരണസാധ്യതയും CV മോർട്ടാലിറ്റി, അതായത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൊണ്ടുള്ള മരണസാധ്യതയും സിഗ്നിഫിക്കൻ്റായി കൂടുക അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ കൂടും എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. Stay healthy. Follow for more.